തമിഴ്നാട്ടിലെ മുടിയണ്ണ. നിങ്ങൾ ഓൾറെഡി ഇവിടെ 2 ലിങ്ക് വെച്ചിട്ടാണ് പോയത്. 3ാമത്തെ ലിങ്ക് കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെ ട്രാക്ക് ചെയ്യാനും അതിനും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്തിനാടോ താൻ ലിങ്ക് അയക്കണേ? ഞാനപ്പോ ആ ഒരു ലിങ്കിൽ പോയി നോക്കുമ്പോഴത്തേക്ക് സോറി ഇത് സ്കാം അല്ല എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ഒരുത്തൻ. ഏതവനാണോ? എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടിരിക്കുന്നത് ഡിയർ സാർ, ഐ സിൻസിയർലി അപ്പോളജൈസ് ഫോർ റീപോസ്റ്റിംഗ് ദ വീഡിയോ. ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത്. എലിസബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടെ. എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞു, ബ്രോ ഈ ഒരു എലിസബത്ത് വിഷയം നമുക്ക് നിർത്താം, വേറെ ടോപ്പിക്കുകൾ ചെയ്യൂ, ഞങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി എന്നെ അറിയാവുന്നവർ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു. അതല്ലാതെ മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട് ഇൻസ്റ്റയിലൊക്കെ, അവരെന്നോട് പറഞ്ഞു. എനിക്കും മനസ്സിലായി തുടങ്ങി. കാരണം ആദ്യമൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് 2 ലക്ഷം വ്യൂസ് കിട്ടാറുണ്ടായിരുന്നു, 60,000 50,000 ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോയ്ക്കൊക്കെ 15,000 ഒക്കെ ഉള്ളു വ്യൂസ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം ആളുകൾക്ക് മടുപ്പായി തുടങ്ങി. പിന്നെ ഇല്ലെങ്കിൽ പഴയ വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കി വീണ്ടും 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 ആ ഒരു പരിപാടിയോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാ പഴയതൊക്കെ പോയി ചകഞ്ഞ്? ഇനിയിപ്പോ ഒരാൾ വന്നിട്ട് ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ അയാൾ പണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാം. അതല്ലാതെ ചുമ്മാ പഴയതൊക്കെ ചൊറിഞ്ഞു കുത്തിപ്പൊക്കി അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വേറൊന്നും ചെയ്യാതിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനും കുറച്ച് എനിക്ക് തോന്നുന്നു 1.25 മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. ലിഗേഷ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അദ്ദേഹവും ഈ ഒരു എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു നടനെതിരെ ഒരുപാട് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിലും അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുത്താണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു 99% കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തു. എന്നാൽ 1% എനിക്ക് അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റിയില്ല. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് അദ്ദേഹത്തോട് യോജിക്കാൻ പറ്റാഞ്ഞത്. അയാൾ ഒരാളെ ഈ സബ്സ്ക്രൈബേഴ്സിന്റെയും വ്യൂ കൗണ്ടും ഒക്കെ പറഞ്ഞ ഒരാളെ വളരെ മോശമായിട്ട് താത്തിക്കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഇന്നത്തെ ഇപ്പൊ അദ്ദേഹം കുറച്ച് മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിലും എനിക്ക് ഒരു രീതിയിലും അദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ തുടക്കം തൊട്ട് കണ്ടപ്പോഴത്തേക്ക്. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറയുന്ന അതിനകത്ത് അയാൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട് വേറൊരു ചാനലിന്റെ. അതിനകത്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി. അപ്പൊ അതെല്ലാമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും കുറച്ചു മുമ്പ് ഈ ലിഗേഷ് ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നാട്ടിലെ മുടിയണ്ണൻ വീണ്ടും പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോ ഞാൻ ചെയ്യുന്ന എന്റെ ചാനല് ക്രിട്ടിക്കിന് അയാൾ നേരെ ഒരു ഫേക്ക് ആയിട്ട് ക്രിട്ടിക് എന്ന് പറഞ്ഞ ഒരു ചാനൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചാനലിൽ ആകെപ്പാടെ ഉള്ളത് 11 സബ്സ്ക്രൈബേഴ്സും 556 വ്യൂസും ആണുള്ളത്. എൻ്റെ ലോഗോ അതേപോലെ തന്നെ അവര് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ടൈം ലൈൻ എല്ലാ സാധനങ്ങളും ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നതിൽ ഫോണ്ട് മാറിപ്പോയി. പിന്നെ ചില മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ LJ എന്നുള്ളത് ക്യാപിറ്റലാണ്, THE എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. ഇദ്ദേഹം അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു ചാനലാണ്. ഇദ്ദേഹം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 4-5 വീഡിയോ ആയി. ഈ സെയിം വീഡിയോസ് തന്നെ ഈ ക്രിട്ടിക് എന്ന് പറഞ്ഞ വേറൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആരോ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഇദ്ദേഹം ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നേരെ ആ ഒരു ചാനൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോയി നോക്കിയപ്പം ആ ഒരു 4-5 വീഡിയോ അവിടെ കിടപ്പുണ്ട്. പേരും എല്ലാം സെയിം ആണ്, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് വ്യത്യാസങ്ങൾ എന്ന് അദ്ദേഹം പറയും. പക്ഷെ ആ വീഡിയോസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ വീഡിയോ എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു, ഇദ്ദേഹത്തിന്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പിന്നെ പോയി ആ ചാനൽ നോക്കുമ്പോൾ ആ വീഡിയോ ഒന്നുമില്ല, പേരും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം പിടികിട്ടിയല്ലോ. ഇനി ഇദ്ദേഹം ഈ പറയുന്നത് എന്താണ് നിങ്ങൾ മൊത്തത്തിൽ കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ക്രിട്ടിക്കിന്റെ C ക്യാപിറ്റലാണ്. ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ Lഉം Jയും സ്മോൾ ലെറ്റർ ആണ്. THE എന്നുണ്ട്. ക്രിട്ടിക്കിന് C ഇല്ല എന്ന് വെച്ചാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവർ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2024 ഞാൻ എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാർച്ച് 9 2025 ഓക്കെ, ഒരാഴ്ച മുമ്പാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിലേക്ക് പലരും മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരും. അതൊരിക്കലും ഞാൻ ഒരാൾക്കും മെസ്സേജ് അയക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചു പോയി വള്ളി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എനിക്കുണ്ട്. ഓക്കെ, അതിന് ഞാൻ അകവഴിഞ്ഞ് നന്ദി ഞാൻ പറയുന്നു. നമ്മുടെ ആവശ്യം എലിസബത്തിന് നീതി കിട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുടിയെണ്ണ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള തോക്കും ഡോണറും ഈ പരിപാടിക്ക് എല്ലാത്തിനും ഒരു ന്യായം കിട്ടുക. അയാള് അത് അർഹിക്കുന്ന ശിക്ഷ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും അദ്ദേഹത്തിന് ഇതൊന്നും അട്ടിമറിക്കാൻ പറ്റരുത്. ഓക്കെ, എന്റെ ചേട്ടാ, ഈ വീഡിയോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ഓരോ ആളുകളുടെയും ഈ വീഡിയോ കാണുന്ന ഓരോ മലയാളിയുടെയും ആഗ്രഹവും ഇത് തന്നെയാണ്. അതായത് ആ ഒരു ലേഡിക്ക് നീതി കിട്ടണം.
ആ വ്യക്തി ഇവിടെ കിടന്ന് കാണിച്ചതെല്ലാം അയാൾ ഓൺലൈൻ മീഡിയാസ് വഴിയാണെങ്കിലും ശരി, അയാളുടെ സ്വന്തം ചാനൽ വഴിയാണെങ്കിലും ഇയാൾ പറയുന്നതും എന്തിന് അദ്ദേഹത്തിന്റെ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാരിറ്റിയെ നല്ല വൃത്തിക്ക് ഇദ്ദേഹം ഒന്ന് കളിയാക്കി വിടുന്നുണ്ട്. ഇദ്ദേഹം നമ്മുടെ ആ ഒരു ചേട്ടന്റെ ചാരിറ്റിയുടെ പരിപാടിയെ പറ്റി. കാരണം എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കോഴിച്ച് നടക്കുക. ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ചെയ്യുന്നത് എന്നിപ്പോ ഏകദേശം എല്ലാ മലയാളിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഇദ്ദേഹം നന്നായിട്ട് കളിയാക്കി വിടുന്നുണ്ട്. അതിനൊക്കെ ഞാൻ 100% യോജിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു ലേഡിക്ക് നീതി കിട്ടണം. നമ്മളും എല്ലാം അത് തന്നെ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ മാക്സിമം കൂടെ നിൽക്കുകയും ചെയ്യും, വീഡിയോകളും ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനോട് നമുക്ക് കഴിഞ്ഞ ദിവസവും എനിക്ക് യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിലും ഒരുപാടുണ്ട്. അത് എനിക്കറിയില്ല, നിങ്ങൾ ബാക്കി കാണും, എന്നിട്ട് ഞാൻ സംസാരിക്കാം. നമ്മുടെ സഹോദരിമാർക്ക് നീതി വേണം എന്നൊരു ഇതോടുകൂടിയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകൾക്ക് ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് കാലത്ത് ഞാൻ എന്താ ക്രിട്ടിക് ലിജേഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോ വേറൊരു ചാനൽ തന്നെ. അപ്പൊ 11 സബ്സ്ക്രൈബറോ. എന്റെ പൊന്ന് തമിഴ്നാട്ടിലെ മുടി അണ്ണ, നിങ്ങൾ ഓൾറെഡി ഇവിടെ 2 ലിങ്ക് വെച്ചിട്ടാണ് പോയത്. 3ാമത്തെ ലിങ്ക് കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെ ട്രാക്ക് ചെയ്യാനും അതിനും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്തിനാടോ താൻ ലിങ്ക് അയക്കണേ? എനിക്കൊരു ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ മുകേഷ് ചേട്ടൻ പറയണ പോലെ അന്തസ്സുണ്ടോളാ നിനക്ക്? ചേട്ടാ, ലിഗേഷ് ചേട്ടാ, നിങ്ങൾ ഈ ലിങ്ക് അയച്ചു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല. എനിക്കത് വീഡിയോ മൊത്തം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല. എന്താണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്നും ഏതെങ്കിലും ഒരു അൺനോൺ ലിങ്ക് വല്ലതും പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും കൊണ്ടൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതിനകത്ത് വല്ലതും കയറി നോക്കുമോ, എന്തെങ്കിലും ചെയ്തോ? എനിക്കത് മനസ്സിലായില്ല നിങ്ങൾ എന്താണ് ലിങ്കിന്റെ കേസ് എന്ന് പറയുന്നതെന്ന്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു നടൻ, അത് ആരും ആയിക്കോട്ടെ, അയാളാണ് നിങ്ങളുടെ സെയിം പേരിൽ ഏതോ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ ഒക്കെ അവിടെ വേറെ എന്തോ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഒരു രീതിയിലും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. കാരണം ആ നടൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചേട്ടാ? എനിക്കത് പിടികിട്ടിയില്ല. കാരണം ലൈക്ക് നിങ്ങളുടെ ഫേസ് വെച്ച് ഒരു ഈ എന്തെങ്കിലും ടൂൾ വല്ലതും വെച്ച് നിങ്ങൾ പറയുന്ന കണക്ക് വേറെ എന്തെങ്കിലും സാധനമൊക്കെ ഇതെല്ലാം മറ്റേ ചാനലിൽ വരുന്നതൊക്കെ കള്ളമാണ്, എന്നെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫേസ് വെച്ച് എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത ഒരു ചാനൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങേരാ ജയിച്ചതെന്ന് നമുക്ക് പറയാം. ഇത് നിങ്ങൾ ഇടുന്ന അതേ വീഡിയോസ് അല്ലേ അപ്പറേ കൊണ്ടുവന്ന് ഇടുന്നത്. അതിനകത്ത് അയാൾക്ക് എന്താണ് നേട്ടമുള്ള എന്താണ് ചേട്ടാ? എന്റെ ഒരു സംശയം ഇത്. അതുകൊണ്ട് അയാൾക്കുള്ള നേട്ടം എന്താ ചേട്ടൻ? അതും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എന്താണ് അയാൾക്ക് അതുകൊണ്ടുള്ളൊരു നേട്ടം? നിങ്ങൾ ഇടുന്ന സെയിം വീഡിയോസ് വേറൊരു ചാനലിൽ വേറൊരു പേരുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടിടുന്നതിനകത്തുനിന്ന് എന്താണ് നേട്ടം? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇതിനകത്തുനിന്ന് പിടികിട്ടിയ ഒരു കാര്യം എന്താന്ന് ഞാൻ പ്രിയപ്പെട്ട ലിഗേഷനോട് പറയാം. വേറൊന്നുമല്ല, നിങ്ങളുടെ ഈ വീഡിയോസ് എടുത്ത് വേറെ ആരോ ഒരാള് അയാൾക്കും കൂടെ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി, വ്യൂസ് കിട്ടാൻ വേണ്ടി, കാരണം നിങ്ങൾ ഇങ്ങനെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലായി. അപ്പൊ അതെടുത്തിട്ട് അയാൾക്കും കൂടെ കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നത് അതേപോലെ എടുത്തിട്ടു. അതേ തമ്മിലൊക്കെ ഞാൻ ആദ്യമേ കയറി കണ്ടു. എനിക്ക് അതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അപ്പത്തേക്ക് അതേ മൊത്തം അടിച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ ആ ചാനലിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ എനിക്ക് മനസ്സിലായത് അത്രേ ഉള്ളൂ. ആർക്കോ വ്യൂസിന് വേണ്ടി അതേപോലെ നിങ്ങളുടെ സെയിം സാധനങ്ങൾ അവിടെ കൊണ്ടിട്ടു. അല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒന്നും, എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടാ നമുക്ക് പറയാം. ഉഡായിപ്പിന് വേണ്ടി മറ്റേ അണ്ണൻ കളിച്ച പരിപാടി എന്ന് നിങ്ങൾ പറയുന്നതിന് 100% യോജിച്ച് ഞാൻ കൂടെ നിന്നേനെ. പക്ഷെ ഇത് വെറുതെ ആ വ്യക്തിയെ അനാവശ്യമായിട്ട്, ഒന്നാമത് അയാൾ ഒരുപാട് പരിപാടികൾ കാണിച്ച് നമ്മളെല്ലാവരും, ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, സാഹചര്യമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ ഈ വെറുതെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ വരും. ഇപ്പൊ എനിക്ക് വന്നതുപോലെ എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇയാളിനി എന്തെങ്കിലും ഉടായിപ്പാണോ എന്നുള്ള ഒരു നിമിഷം എനിക്ക് തോന്നിയേട്ടാ. ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കും, ക്ഷമിക്കുക. പക്ഷെ എന്നാൽ പോലും ഞാൻ ഒരു നിമിഷം ആലോചിച്ചു, ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്? മനഃപൂർവ്വം മറ്റേ നടന്റെ തലയിൽ കുറെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കെട്ടിവെക്കാൻ നോക്കുന്നതാണൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല ചേട്ടാ. അയാൾ ഇവിടെ കാണിച്ചത് വെച്ച് എല്ലാവർക്കും, ഓരോ മലയാളിക്കും മനസ്സിലായിട്ടുണ്ട് അവൻ എന്താണെന്നുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞ് വെറുതെ അത് കുറെ ആളുകൾക്ക് അപ്പം മനസ്സിലാവും ഇത് ആരൊക്കെയോ മനഃപൂർവ്വം ചെയ്യുന്ന കണക്ക് എന്നുള്ളൊരു ഫീൽ കിട്ടും. അങ്ങനെ ചെയ്യിക്കാതിരിക്കുക. ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേൾക്കും. ഇതേ ചോദിക്കാനുള്ളൂ. എടോ, നിങ്ങളൊരു ആണാണെങ്കിൽ കട്ടപ്പേര പോലെ ബാക്കിൽ നിന്ന് കുത്താതെ ഫേസ് ടു ഫേസ് വാ. നിങ്ങൾ എന്നെ കൊല്ലും, വലിക്കും, എന്തും ചെയ്യായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊന്നും മാറ്റില്ല. ഞാൻ കണ്ടത് എവിടെയും ഞാൻ പറയും, ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. PR വർക്കല്ല, എന്തും ചെയ്തോ, ഞാൻ മാറില്ല. ഇതിന്ന് ഒരിക്കലും മാറില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇതിനൊരു നീതി കിട്ടിയിട്ട് ഒരു തീരുമാനം എന്തായാലും ഇത്രയ്ക്ക് ആയല്ലോ. ഇനി നമുക്ക് നേരിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സ് ഈ ആരൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചതികൾ, ലിങ്കുകൾ, കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകാം. ഈ പറഞ്ഞ ഈ ചാനൽ റിപ്പോർട്ട് അടിക്കണം. ഞാൻ ഇതിനോടകം തന്നെ ഏകദേശം ഒരു 53 റിപ്പോർട്ടെങ്കിലും
ആ ചാനലിൽ കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ കഴിയാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ആ ഫേക്ക് അക്കൗണ്ടിന്റെ ലിങ്ക് ഞാനിവിടെ വെക്കുന്നുണ്ട്. എല്ലാവരും കയറി ഇവിടെ അടിക്കുക. ഇത് എനിക്കുന്നല്ല, നിങ്ങൾക്കും ഇത്തരത്തില്. ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. റിപ്പോർട്ട് അടിക്കുന്നത് എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കണമെന്നാണോ ചേട്ടൻ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് അടിക്കാൻ ചേട്ടൻ എന്താ പറയുന്നത്? ചേട്ടാ, ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ആരോടും പറയത്തില്ല പോയി റിപ്പോർട്ട് അടിക്കാൻ. എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. പിന്നെ ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്തെങ്കിലും ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിന്റെ വീഡിയോ വന്നിരുന്നെങ്കിൽ ആ ചേട്ടനെ നമുക്ക് കുറ്റം പറയായിരുന്നു. ഇത് അനാവശ്യമായിട്ട് അയാളെ പിടിച്ച് വെറുതെ ഇടണ്ട. ഒന്നാമത് അയാൾ ഒരുപാട് കൂടെ അയപ്പ് കാണിച്ച്, പ്രത്യേകിച്ച് അയാളുടെ ചാരിറ്റി കഥ ചേട്ടൻ ഈ വീഡിയോ കാണിച്ച കണക്ക് നല്ല ചാരിറ്റി താങ്ങ അയാൾ കാണിക്കുന്നുണ്ട്. അതിനകത്തുനിന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ സീനാക്കരുത്. ആളുകൾ നിങ്ങളെ ലാസ്റ്റ് കുറ്റക്കാരനാക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. ബാക്കി ഈ പറഞ്ഞ ആളുടെ വ്യക്തിയിലാണ് നിങ്ങളുടെ ചാനലിൽ തന്നെ അവര് ഒരു ഫേക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വെക്കണം, നമ്മളും സഹകരിക്കും. എല്ലാവരും കയറി റിപ്പോർട്ട് അടിക്കണം, 8ന്റെ പണി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. കാരണം പണവും സ്വാധീനവും ഒന്നുമല്ല ഇവിടെ നിയന്ത്രിക്കുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് നീതി വേണം. ഇത് എന്ത് നാടത്? ഒരു കാര്യത്തിനൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ ACP അവിടേക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള കംപ്ലൈന്റിൽ എനിക്കത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അവരെന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീക്ക് നമുക്കുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില സ്റ്റേഷനുകൾക്ക് മാത്രമാണ് കുഴപ്പം. ത്രെറ്റനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വരുന്നുണ്ടാകും. ഞാൻ സേഫാണ്, എലിസബത്തും സേഫാണ്. അപ്പൊ നിങ്ങളും സേഫ് ആയിട്ടിരിക്കുക. പലതരത്തിൽ ഇദ്ദേഹം നമ്മളെ ഇല്ലാതാക്കാനും വായ മൂടിക്കെട്ടാനും പല രീതിയിൽ ശ്രമിക്കാം. ചേട്ടൻ സേഫ് ആണെന്നും എലിസബത്ത് സേഫ് ആണെന്നും ഒക്കെ അറിഞ്ഞതിനകത്ത് വളരെയധികം സന്തോഷം. ജനങ്ങൾക്കും സന്തോഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്റ്റേഷൻസിലേ ഉള്ളൂ കുറച്ച് കുഴപ്പങ്ങൾ. ബാക്കി നല്ല പോലീസുകാരും നല്ല സ്റ്റേഷൻസും ഉണ്ടെന്ന് ഈ ചേട്ടൻ പറയുന്നുണ്ട്. ഞാൻ അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവര് ഈ ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ ഇവരൊരു സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള അനുഭവമൊക്കെ ആയിരുന്നു അവർക്ക് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാ സ്റ്റേഷനൊന്നും അങ്ങനല്ല, എല്ലാ പോലീസ് സ്റ്റേഷനും അങ്ങനല്ല എന്നൊക്കെ ആ വ്യക്തി പറയുന്നുണ്ട്. ഞാനും അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എല്ലാ പോലീസുകാരും ഒന്നും ഒരേപോലല്ല. ഒരുപാട് നല്ല പോലീസുകാരുള്ള നാടാണ് നമ്മുടെ ഈ ഒരു കേരളം. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചേട്ടന്മാരും ഉണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെ ഈ വ്യക്തി പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നത് അത് അത്ര നല്ല പരിപാടിയൊന്നുമില്ല. ഇതിപ്പോ ആരാണ് ഈ വ്യക്തിയുടെ ചാനൽ അതേപോലെ തുടങ്ങി ഇദ്ദേഹം ഇട്ട അതേപോലെയുള്ള അതേ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. വിത്ത് തമ്മിലും ഒക്കെ സെയിം കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്ത ആരാണെങ്കിലും ചെയ്തതിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഡ്യൂപ്ലിക്കേറ്റ് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ചേട്ടാ, അത് ഈ നടൻ ചെയ്യിപ്പിച്ചെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു മടി. കാരണം അയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തിനാ സെയിം നിങ്ങളുടെ അതേ കണ്ടന്റ് അവിടെ കൊണ്ടുപോയി ഇടുന്നോണ്ട് എന്താ അവിടെ കിട്ടുന്നത്? പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ചിലപ്പോൾ ഏതെങ്കിലും പിള്ളേര് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് ഇത് ചിലപ്പോൾ കയറുമെന്ന് തോന്നിയിട്ട് അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യൂസ് അവർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സബും കയറുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കാം. ആ നടൻ അത് ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഏതെങ്കിലും PR ടീമിന് അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല ചേട്ടാ. നിങ്ങളതാ മനസ്സിലാക്കേണ്ടത്. ഒന്നും കിട്ടാനില്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു AI ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഥകൾ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് പണി കൊടുക്കായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ പറയുന്നതിനകത്ത് 150% ഞാൻ കൂടെ നേരെ ആ അണ്ണനാണ് ഈ പരിപാടി കാണിക്കുന്നതെന്ന് നമുക്കും പറയായിരുന്നു. പക്ഷെ ഇത് ചുമ്മാ ഒന്നും പറയാൻ പറ്റത്തില്ല. അയാൾക്ക് ഇങ്ങനെ സെയിം സാധനം അടിച്ചു മാറ്റിയിടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നത് അതത്ര നല്ല പരിപാടിയൊന്നുമല്ല. എന്റെ പേരിലാണെങ്കിൽ പോലും സെയിം സാധനം ഉണ്ടാക്കിയിട്ട് ചാനൽ ഉണ്ടാക്കിയിട്ട് എന്റെ വീഡിയോസ് അവിടെ കൊണ്ടിടുന്നത് അങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മൾ അധികം സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഈ ഒരു കേസിൽ അവർ നടനാണ് ചെയ്തതെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു മടി. ഇനിയിപ്പം ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ചാനലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഒരു ലിങ്കിൽ പോയി നോക്കുമ്പോഴത്തേക്ക് സോറി ഇത് സ്കാം അല്ല എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ഒരുത്തൻ. ഏതവനാണോ? എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടിരിക്കുന്നത്, ഡിയർ സാർ, I sincerely apologize for reposting the video. I didn't intend to cause any harm or trouble. I am only 15 years old and I did this without fully understanding the consequences. As soon as I released the issue, I deleted everything and I will not do anything like this again. I kindly request your understanding and assure you that I have learned my lesson. Please consider this as a mistake from someone who did not know better. I deeply ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ലൈക്ക് ഇതൊരു 15കാരൻ എഴുതിയ അല്ലെങ്കിൽ 15കാരന്റെ ചാനലാണെന്ന് ഒരിക്കലും ചെയ്ത പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 15കാരൻ ചെയ്തതാണെങ്കിൽ ഇത്രയും വൃത്തിക്ക് ഈ ഒരു വീഡിയോ വന്ന ഉടനെ തന്നെ അതെല്ലാം മാറ്റി ഇത്രയും വൃത്തിക്ക് എഴുതിയിടാനായിട്ടുള്ളൊരു
പറ്റുമോ 15-കാരനെ കൊണ്ട്? എനിക്കറിയില്ല, ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പലതും കാണിക്കുന്നതാണല്ലോ. പക്ഷെ എന്നാലും അത് എനിക്കൊരു ഇൻറ്റ്യൂഷൻ, അത് 15-കാരൻ ചെയ്തതല്ല, പക്ഷെ ഇത് വേറെ ആരോ ചെയ്തതാ. വ്യൂസ് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞു, ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്താ കാരണമെന്ന് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു ചേട്ടനാണെങ്കിലും ശരി, എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട, ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം, വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. കൂടാതെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.